സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നവരാണ് നാം എല്ലാവരും. അതിനുവേണ്ടിയാണ് ആളുകൾ സമരം നടത്തുകയും പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് അവകാശപ്പെട്ടത് അത് ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല. ഈ സ്വഭാവത്തിന് ഘടകവിരുദ്ധമായ സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. തന്നെത്താൻ താഴ്ത്തുകയും വിട്ടുകൊടുക്കുവാൻ, ത്യാഗം സഹിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുമ്പോൾ ആ വ്യക്തി സൗമ്യതയുള്ളവൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ക്രിസ്തു സൗമ്യനായിരുന്നു. ക്രിസ്തുവിൻ്റെ സൗമ്യതയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുമ്പോൾ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. മാത്രമല്ല തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, 1 തീമോത്തിയോസ് 6-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുവിൻ. സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല എന്നാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവർ ഭൂമിയെ അവകാശം ആക്കും. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാത്തവർ, തങ്ങളെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാത്തവർ, ഇവരെയൊക്കെയാണ് വേദപുസ്തകത്തിൽ സൗമ്യർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരുന്ന മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്നാണ്. മോശയ്ക്കെതിരായി എഴുന്നേറ്റത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ്. മോശയുടെ നേതൃത്വം പിടിച്ചടക്കുവാൻ, ആ നേതൃത്വത്തെ ചോദ്യം ചെയ്യുവാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ, ദൈവം അദ്ദേഹത്തെ ആക്കിയ പദവിയിൽ നിന്ന് തള്ളി താഴെയിടുവാൻ ശ്രമിക്കുമ്പോൾ മോശ എന്താണ് ചെയ്തത്? ഒരിക്കൽ പോലും ദൈവം തന്നെ ആക്കിയ ആ പദവി അതിൽ നിലനിൽക്കുവാനോ അത് സൂക്ഷിക്കുവാനോ സംരക്ഷിക്കുവാനോ തൻ്റേതായ യാതൊരു നിലകളിലും തൻ്റേതായ യാതൊരു കാര്യവും ചെയ്യാതെ, അതിനുവേണ്ടി പോരാടാതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന മനോഭാവത്തോടെ ജീവിച്ച മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ എന്നായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ മുമ്പാകെ കവിണ്ണു വീഴുകയാണ് ചെയ്തത്. ഒരു മനുഷ്യൻ അവനെ ദൈവമാക്കി വെച്ചിരിക്കുന്ന പദവിയിൽ നിന്ന് മറ്റുള്ളവർ തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ വീണ് കിടന്ന് കരയുക. ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്, ഇതെൻ്റെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി പോരാടാതെ ദൈവത്തിൻ്റെ മുമ്പാകെ വീണ് കിടന്ന് കരയുന്ന മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം എത്രയോ അനുഗ്രഹീതമാണ്. യേശുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പത്രോസ് വാളെടുത്ത് പോരാടുവാൻ തുടങ്ങുന്ന സന്ദർഭം, ആ സമയത്ത് ക്രിസ്തു പ്രതികരിച്ചത്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ വീഴും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. യേശു പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല, ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ ചേവകർ വന്ന് പോരാടുമായിരുന്നു. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ സൗമ്യത നമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സഭകളിൽ നടക്കുന്ന അധികാരത്തർക്കവും ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിൽ നടക്കുന്ന പണത്തിനും പദവിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള
വഴിവിട്ട നീക്കങ്ങളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ദൈവം നമ്മെക്കുറിച്ച് പറയണം, നാം സൗമ്യതയുള്ളവരെന്ന്. താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതോ പാദരക്ഷകൾ ഉപയോഗിക്കുന്നതോ അല്ല സൗമ്യതയുടെ അടയാളം, മറിച്ച് നാം ഇപ്പോൾ കേട്ടതാണ്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് സൗമ്യതയുള്ളവനായിരുന്നു. യേശുവെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ സൗമ്യത അവിടുന്ന് കൊടുക്കണമേ. ക്രിസ്തുയേശു നാമത്തിൽ തന്നെ ആമേൻ.